പറയാൻ ഒരുപാടുണ്ട്. ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത്രയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പം വീണ്ടും ഇതിലോട്ട് എന്നെ വലിച്ചിട്ടത് അരുണാണ്. വീഡിയോയുടെ ഇടയ്ക്ക് എന്നെയും കൂടെ എടുത്തിട്ടിട്ട് ചുമ്മാ അനാവശ്യമായിട്ടുള്ള ടോക്കൊക്കെ വരുത്തി വെച്ചത് അരുൺ തന്നെയാണ്. ഞാനിപ്പം അവരെ പറ്റിയിട്ടൊന്നും അരുണിയോ അല്ലെങ്കിൽ യാസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ. പക്ഷേ യാസറും അരുണും ആയിക്കോട്ടെ, എന്നെ ഒട്ട് വിട്ട് പിടിക്കുന്നുമില്ല. ഇവർ വീഡിയോയിലെല്ലാം ഇടയ്ക്ക് എന്നെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിയാക്ഷനുമായിട്ട് വന്നത്. ഇപ്പോൾ യാസർ പറയും ഞാൻ എനിക്കെതിരെ അല്ലേ വീഡിയോ ഇട്ടിട്ടുള്ളത്, ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. എന്തിനാ വീഡിയോ ഇടുന്നത്? വീഡിയോയുടെ ഇടയ്ക്ക് എൻ്റെ പേര് വലിച്ചു കയറ്റിയാൽ മതിയല്ലോ. എന്നെ പറയുമ്പോൾ എനിക്കറിയാം. കാരണം യാസർ നിന്നെപ്പോലെ മണ്ടനല്ല ഞാൻ, അത് മനസ്സിലാക്കുക. യാസറായാലും അരുണായാലും. അരുണ് പിന്നെ പേരെടുത്ത് പറയും കേട്ടോ. അപ്പോൾ യാസർ അതുപോലല്ല. യാസർ ഒന്ന് കൊട്ടിത്തരുമോ, പുറകിലൂടെ ഒന്ന് കൊട്ടിത്തരും. ഓക്കെ. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുണിൻ്റെ ഫാൻസ്, ഇപ്പം അരുണിൻ്റെ അന്തം കമ്മി ഫാൻസ് എന്ന് വേണേൽ പറയാം കേട്ടോ. ഞാൻ അവരെ കുറ്റം പറയുമല്ല. കാരണം ഇപ്പം ഒരാളൊരു വീഡിയോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അയാളൊരു വീഡിയോ കാണണമെങ്കിൽ അത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരും വേണം, പോസിറ്റീവ് പറയുന്ന ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ വീഡിയോ കാണാൻ ആളുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ അരുണിൻ്റെ അന്തം കമ്മി ഫാൻസുകാർ കമൻറ്റിൽ വന്ന് മെഴുകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരോട് ഞാൻ പറയുവാണ്, നിങ്ങൾ എത്ര മെഴുകിയിട്ടും ഒരു കാര്യമില്ല. ഞാൻ പറയാനുള്ള കാര്യം എനിക്ക് അത് ആരാണെങ്കിലും ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയും. ഞാൻ പറഞ്ഞല്ലോ, അത് ഇനി അരുണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അരുൺ ആയിക്കോട്ടെ, ഇനി വേറെ ആരായിക്കോട്ടെ, യാസർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഉടായിപ്പും അതുപോലെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഈ പറഞ്ഞിട്ടുള്ള ആളുകളെ പൊട്ടനാകുന്ന രീതിയിൽ, ആളുകളെ തെറ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനതിനെ പ്രതികരിച്ചിരിക്കും, ഞാൻ റിയാക്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പം ഈ കമൻറ്റിൽ വന്ന് മെഴുകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു കമൻറ്റ് ഉണ്ട്, യാസറിന് 60, ബെർണാഡിന് 70, എനിക്ക് 80, അരുണിന് 120 IQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ കമൻ്റ് ഇട്ട ആളോട് എനിക്ക് പറയാനുള്ളത്, ശകലമെങ്കിലും ഒരു 20% IQ നിങ്ങൾക്കുണ്ടെങ്കിൽ, ബ്രോയ്ക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമൻ്റ് ഒന്നും ഇടത്തില്ല. കാരണം അരുണിൻ്റെ വീഡിയോ എല്ലാം കണ്ട് എല്ലാം ആ പറയുന്നതെല്ലാം അങ്ങ് ശരിയാണെന്നുള്ളൊരു ധാരണയിൽ ചിന്തിച്ചിട്ട് ആ രീതിയിൽ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലോ. തലയിലെല്ലാം നമ്മൾ വിഷം ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ഇപ്പം അങ്ങനെയുള്ള കമൻസുകളാണ് ഞാൻ കാണുന്നത്. അരുൺ എന്തൊക്കെ മണ്ടത്തരങ്ങൾ, എന്തൊക്കെ പൊട്ടത്തരങ്ങൾ, എന്തൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് സംസാരങ്ങൾ, ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് പോലും അതിനെ എതിരെ ഒരു കമൻറ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം അവസാനം പറഞ്ഞൊരു കാര്യം, ഏറ്റവും ഇപ്പം സ്റ്റിറോയിഡിനെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് അരുണ്. ആ സ്റ്റിറോയിഡിനെ പറ്റി ഒരു കാര്യം, സപ്ലിമെൻറ്റ്സ് ആണ് സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും അതിനെ തിരുത്തി ഒരു കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത്രത്തോളം അരുണിൻ്റെ ഈ തെറ്റായിട്ടുള്ള എല്ലാ കാര്യമൊന്നുമല്ല, ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടോണ്ട് മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും കാണാത്തത്. ഞാൻ എൻ്റെ എത്ര വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൈനാബോൾ എന്ന് പറഞ്ഞ ഓറൽ സ്റ്റിറോയിഡാണ്, അതിനെ സപ്ലിമെൻറ്റ്സ് രൂപത്തിൽ കൂട്ടരുതെന്ന് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പല ആൾക്കാരിലും തെറ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുവാണ്. അത് കേട്ടിട്ട് അരുൺ ഇപ്പോൾ അരുണിൻ്റെ അന്തകമ്മി ഫോളോവേഴ്സ് ഈ പറയുന്നുള്ള കമൻറ്റിൽ വന്ന് മെഴുകുന്ന ആൾക്കാർ അത് കേട്ടിട്ട് പോയി ഓറൽ സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഡൈനാബോൾ എടുത്ത് യൂസ് ചെയ്യും. മനസ്സിലായോ? അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലവർ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടാണ്. റീച്ചിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എനിക്ക് പറയാനുള്ളത് ഞാനത് ആരാണെങ്കിലും ഓപ്പണായിട്ട് ഞാൻ പറയും. ഇപ്പം അതിനി എനിക്ക് നല്ല കാര്യങ്ങളാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇപ്പം അതിനി എത്ര പോസിറ്റീവ് വന്നാലും, എത്ര നെഗറ്റീവ് വന്നാലും, എത്ര റീച്ച് വന്നാലും, എത്ര റീച്ച് വന്നില്ലെങ്കിലും പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിരിക്കും കേട്ടോ. ഇപ്പം അരുണിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്റ്റിറോയിഡിനെതിരെ, നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെതിരെയും സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അരുണിനെ സപ്പോർട്ടാണ്. കാരണം നാച്ചുറലായിട്ടൊരു ഹെൽത്തിനെ പ്രയോറിറ്റി കൊടുത്ത് എല്ലാവരെയും ഹെൽത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഫിറ്റ്നസ് കണ്ടന്റുകളും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നതിന്
ഞാൻ 100% ഞാൻ സപ്പോർട്ടാണ്. സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിറോയിഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെ പറ്റിയിട്ട് ഇനി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരുപാട് എൻ്റെ മുമ്പുള്ള വീഡിയോസ് 1-2 വീഡിയോസിനകത്ത് ഞാൻ സ്റ്റിറോയിഡിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റിറോയിഡ് എന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുമല്ല. സ്റ്റിറോയിഡിന് ദോഷഫലങ്ങളും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്, അതുപോലെ അതിൻ്റെ ഇരട്ടി സൈഡ് എഫക്റ്റുകളും ഉണ്ട്. ഇപ്പം ഒരാൾ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ടെങ്കിൽ അയാളെ നിർബന്ധിച്ചല്ല ആരും സ്റ്റിറോയിഡ് എടുക്കുന്നത്. അയാൾക്ക് സ്റ്റിറോയിഡ് എന്താണ്, സ്റ്റിറോയിഡിൻ്റെ ദോഷഫലങ്ങൾ എന്താണ്, സ്റ്റിറോയിഡ് കൊണ്ടിട്ട് എന്തൊക്കെ നേടാം, എന്തൊക്കെ അയാൾ ഫേസ് ചെയ്യേണ്ടി വരും, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ പോയി സ്റ്റിറോയിഡ് എടുക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ ഒരാൾ പോയി സ്റ്റിറോയിഡ് എടുക്കുമല്ല. പിന്നെ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ജിമ്മിൽ പോയി സ്റ്റിറോയിഡിനെ പറ്റിയിട്ടും സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ടൊക്കെ അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് അരുണ് പറയുന്ന ഓരോ കാര്യങ്ങളും ഉപകാരപ്പെടും. അവർക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകാരപ്പെടുന്നത്. സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റുകളും നാച്ചുറലായിട്ടുള്ള ബോഡി ബിൽഡിങ്ങും അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതിനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നിട്ടുണ്ട്. അല്ലാതെ ഈ പ്രൊഫഷണലായിട്ട് പോയി എടുക്കുന്ന ആൾക്കാർ ഇതറിയാതെയല്ല പോയി എടുക്കുന്നത്. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ നിങ്ങളോടാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സ്റ്റിറോയിഡ് ആരും അറിയാതെ പോയി എടുക്കുന്നില്ല. പ്രൊഫഷണലായിട്ട് പോകുന്ന ആൾക്കാർ കേട്ടോ. അല്ലാതെ നമ്മളവിടെയൊക്കെ നമ്മളെ സ്ഥലങ്ങളിലൊക്കെ നാട്ടിൻപുറം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നോർമലി ഫിറ്റ്നസ്സിന് വേണ്ടി പോകുന്ന ആൾക്കാർ സ്റ്റിറോയിഡിൻ്റെ അറിയാതെ അതിലോട്ട് ചെന്ന് ചാടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അരുണ് പറയുന്ന കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ അരുൺ ഇപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബോഡി, അവൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്ന ബോഡി അതെങ്ങനെ തൊലച്ച് കളയാമെന്നാണ് അവനിപ്പോൾ ആലോചിക്കുന്നത്. അതിലൂടെയാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തേക്ക് അവനിക്ക് നല്ലൊരു ബോഡി ഉണ്ടായിരുന്നു, നല്ല ഫിറ്റ്നസ് കണ്ടൻറ്റും അതുപോലെ നല്ല ബോഡി, നല്ല വർക്കൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം ഈ അടുത്ത സമയത്ത് ഭയങ്കരമായിട്ട് അവൻ വീക്കായി പോയിട്ടുണ്ട്. ചുമ്മാ ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടി. നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം അവൻ്റെ ബോഡി ലോസ് ആവുന്ന മസിൽ മാസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കുറച്ച് മസിൽ മാസേ ഉള്ളായിരുന്നു, അതും കൂടെ നഷ്ടപ്പെട്ടു. അപ്പം പറയുന്നുണ്ട് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. എന്ത് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഈ പട്ടിണി കിടക്കുന്നത്? എടോ, നല്ല രീതിയിൽ ബോഡി മസിൽ ബിൽഡ് ചെയ്യണം, നല്ല രീതിയിൽ ബോഡി സെറ്റാക്കണം എന്നൊരു ആഗ്രഹിക്കുന്ന ഒരാൾ എന്താ പട്ടിണി കിടക്കുമല്ല വേണ്ടത്. അല്ലെങ്കിൽ 1 മീൽ 2 മീലല്ല കഴിക്കേണ്ടത്. കഴിക്കുന്ന സ്പ്ലിറ്റ് ചെയ്ത് നല്ല ന്യൂട്രീഷൻ ഫുഡ് കൊടുത്ത് ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുത്ത് പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് ആണ് ബോഡി സെറ്റാക്കേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങൾ ഇപ്പം പറയുന്ന വാദം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഞാൻ മുമ്പേ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം സപ്ലിമെന്റ്സ് എടുക്കുന്ന ഫാക്ടറിയിൽ നിന്ന് വെട്ടിമിഴുങ്ങുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഫാക്ടറിയിൽ നിന്ന് ഫാക്ടറി വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം ജിം ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ വെട്ടിമിഴുങ്ങി തിന്നുകൊണ്ട് നടക്കുന്ന കാര്യം. ഈ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന സപ്ലിമെന്റ്സ് ആണല്ലോ ഇപ്പോൾ എടുക്കുക എന്ന് പറഞ്ഞത്. omega-3 ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? ഇതൊക്കെ ഈ ഫാക്ടറിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തോണ്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഇവരെല്ലാം ഇവന്മാരെല്ലാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഏകദേശം സത്യമായിട്ട് തന്നെ വരുവാണ് കേട്ടോ. അപ്പം ഞാനതാ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന ഓരോ റിയാക്ഷൻസും അത് താങ്ങാൻ പറ്റാത്തുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ട് അതിന് മറുപടി ഒന്നും തരാൻ പറ്റാത്തുള്ളൊരു അവസ്ഥയിലായി പോകും കേട്ടോ. അപ്പം ഈ കമൻറ്റിൽ വന്ന് വീഴുന്ന ആൾക്കാരോട് ഞാൻ എന്താ പറയുക, എനിക്ക് സത്യം പറയാൻ ചിരിയാണ് വരുന്നത്. നിങ്ങളെയൊക്കെ ഒരാൾ ഒരു കറക്റ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം, കുഴപ്പമില്ല, അത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ അതിൻ്റെ കൂടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൂടെ പറഞ്ഞ് അതും അത്രയും ഇൻഫ്ലുവൻസ് ആയിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞ കമൻറ്റുകളെ കാണുമ്പോഴത്തേക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. അപ്പം എന്നാലും ഹൺഡ്രഡ് ഖാദർ അമ്മൻ്റെ വരും ലൈഫ് സ്റ്റൈൽ എവിടെ വരെ പോകുമെന്ന് നോക്കാം കേട്ടോ. എനിക്ക് ഒന്ന് പോയി ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇല്ല പെണ്ണിൻ്റെ അവസ്ഥയാവും, ഇല്ലേ വെജിറ്റേറിയൻ മാത്രം തിന്ന് അവസാനം മരണത്തിലേക്ക് കീഴടങ്ങിയ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ അവസ്ഥയാവാനാണ് മിക്കവാറും ചാൻസ് കൂടുതൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിയാക്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് മിക്കുള്ള അരുൺ ഫാൻസുകാർക്കും അരുൺ അണ്ടകമ്പി ഫാൻസുകാർക്കൊക്കെ എനിക്ക് തോന്നുന്നൊരു പേടിയാന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് അറിയത്തില്ല, യാസർ റിയാക്ട് ചെയ്യുമ്പം ഇല്ലാത്തൊരു പേടിയാണ്. കാരണം ആൾക്കാർക്ക് അറിയാം ഞാൻ നല്ല രീതിയിൽ പൊളിച്ചടുക്കി റിയാക്ട് ചെയ്ത് കൈ കൊടുക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുവാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഇപ്പം അരുണിൻ്റെ വീഡിയോ എടുത്ത് മെയിനായിട്ട് റിയാക്ട് ചെയ്യാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുണ് ഈ നാച്ചുറലായിട്ടുള്ള ബോഡി ബിൽഡിങ്ങിനെയും ആൾക്കാരെ ഹെൽത്തിനെയൊക്കെ അതിന് മാത്രം കേട്ടോ. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഉണ്ട്, അത് ഞാൻ
കുറേയൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ്. അപ്പം നാച്ചുറലായിട്ടുള്ള ബോഡി ബിൽഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതുപോലെ നാച്ചുറലായിട്ട് ഹെൽത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുകൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാത്തത്. പക്ഷേ വീണ്ടും എൻ്റെ പേര് വലിച്ചിട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട്, നീ എത്ര വീഡിയോ ചെയ്താലും അരുൺ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല, യാസർ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. വേണ്ടടോ, റിയാക്ട് ചെയ്യേണ്ട, യാസറും റിയാക്ട് ചെയ്യേണ്ട, അരുണും റിയാക്ട് ചെയ്യേണ്ട, അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇവന്മാർക്ക് റിയാക്ട് ചെയ്യാൻ കിട്ടത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് ഇവന്മാർക്ക് റിയാക്ട് ചെയ്ത് അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്, അത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ പറ്റത്തില്ല. കാരണം എന്തറിയോ, അങ്ങനാണ് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ 100% പക്കയായിട്ടുള്ള കാര്യങ്ങളെടുത്തേ ഞാൻ റിയാക്ട് ചെയ്യും, അല്ലാതെ ഒരു കാര്യവും ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യത്തില്ല. ആണെങ്കിൽ ചെയ്യട്ടെ, ചെയ്ത് കാണിക്കട്ടെ. യാസറിൻ്റെ ഡമ്പലിൻ്റെ കേസുണ്ടല്ലോ, ചെയ്ത് കാണിക്കട്ടെ. അരുണിൻ്റെ ഡൈനാബോളിൻ്റെ കേസുണ്ടല്ലോ, ഡൈനാബോൾ സപ്ലിമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞ കേസുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ന്യൂട്രീഷൻ ഷോപ്പിൽ പോയിട്ട് ഡൈനാബോൾ സപ്ലിമെൻറ്റ്സ് ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂട്രീഷനെ കൊണ്ടിട്ട് ന്യൂട്രീഷൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. തെളിയിക്കട്ടെ. തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയി മടങ്ങിയിരിക്കാം. അതുപോലെ യാസറിൻ്റെ 2 മാസത്തെ ട്രാൻസ്ഫോർമേഷൻ, അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പേ വീഡിയോ ചെയ്ത്, ഇവരൊക്കെ അരുണ് ചെയ്യുന്നതിന് മുമ്പും അതുപോലെ യാസർ ചെയ്യുന്നതിന് മുമ്പും അങ്ങോട്ടാലും ഇങ്ങോട്ടാലും ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഞാൻ അങ്ങോട്ട് വീഡിയോ ഇവർ പറഞ്ഞതെല്ലാം പൊളിച്ചടുക്കി, ഇവർ പറഞ്ഞ ഉടായ്പെല്ലാം പൊളിച്ചടുക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇവർ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ജനറ്റിക്സിൻ്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആൾക്കാരെ പൊട്ടന്മാരാക്കി അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് റീച്ച് ഉണ്ടാക്കുന്നതല്ലാതെ കാര്യത്തിലോട്ട് വരുന്നില്ല. മനസ്സിലായോ? കാര്യത്തിലോട്ട് വരണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇപ്പം കുറേ പേര് പറയുന്നുണ്ട്, ഇപ്പം അരുൺ തന്നെ പറയുന്നുണ്ട്, എന്തോ യാസർ അരുണിൻ്റെ എച്ചിലാന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അരുണ് എങ്കിൽ ഇത്രയും റീച്ച് യാസറിന് കയറിയിട്ടും എന്തുകൊണ്ട് അരുണ് യാസറിനെതിരെയുള്ള വീഡിയോ നിർത്തുന്നില്ല? മനസ്സിലായോ? നേരത്തെയുള്ള വീഡിയോസ് നോക്കിയാൽ ഇപ്പം റിയാക്ഷൻ വീഡിയോ തുടങ്ങിയതിൽ പിന്നെ അരുണിൻ്റെ അക്കൗണ്ട് റീച്ചായി, അതുപോലെ നല്ല മണി കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ അരുണിൻ്റെ ഒരു ലൈവിനകത്ത് ഞാൻ കണ്ടായിരുന്നു, ഒരാൾ അരുണിൻ്റെ യൂട്യൂബ് വരുമാനം ചോദിക്കാൻ നേരത്ത്, എനിക്കറിയത്തില്ല, ഇത്രയും കാര്യങ്ങൾ ഈ വിവരമുള്ള ഒരാൾ 25-30 തീയതി കണ്ട വന്ന് കയറും, ഞാൻ നോക്കാറില്ല എന്നാണ് പറയുന്നത്. അവിടെ എമൗണ്ട് എത്ര ഏകദേശം കിട്ടും, ഇപ്പോൾ യൂട്യൂബിൻ്റെ പോളിസിയിൽ നമുക്ക് എമൗണ്ട് കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇത്ര കിട്ടുമെന്ന് പറയാം, ഏകദേശം ഇത്ര അടുപ്പിച്ച്, അതുപോലും പറയുന്നില്ല. അപ്പം നോക്കിക്കോണം, റീച്ചിന് വേണ്ടിയിട്ടാണ് ആ റീച്ചിലൂടെ കിട്ടുന്ന വരുമാനമാണ് അരുണും അവിടെ ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങളെയാണ് മണ്ടനാക്കുന്നത് ഈ യാസറായിക്കോട്ടെ അരുണായിക്കോട്ടെ, കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓപ്പണായിട്ട് പറയാനുള്ളത്, ഇനി റീച്ച് കിട്ടി, ഇനി പോസിറ്റീവ് റീച്ച് ആണെങ്കിലും നെഗറ്റീവ് റീച്ച് ആണെങ്കിലും, ഇനി റീച്ച് കിട്ടിയില്ലെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കമൻ്റ് ഇട്ട് മെഴുകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കമൻ്റ് ഇട്ടോ, ഞാൻ യാസറിനെ പോലെ എന്നെ നുള്ളി പിച്ചിയും വാന്തി എന്നൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നല്ല ചങ്കൂറ്റത്തോടെ കമൻ്റ് ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പക്ഷേ നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കമൻറ്റ് പല ആൾക്കാരും കാണുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളെ ഐക്യൂടെ അവർ വിലയിരുത്തും. ചിലപ്പം ഒറിജിനൽ അക്കൗണ്ട് ആയിരിക്കാം, ചിലപ്പം ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം, കേട്ടോ. അപ്പം ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്, കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കമൻ്റ് ഇടാം, പക്ഷേ ആദ്യം നിങ്ങളെ ഐക്യൂ കൂടെ വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾ കമൻ്റ് ഇടാൻ. ഈ പറയുന്നിട്ടുള്ള MDMA ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് കണ്ടിട്ടുണ്ട്, MDMA അല്ലെങ്കിൽ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായിട്ടുള്ള, ഇപ്പം അരുണ് പറയുന്നുണ്ടല്ലോ, ഞാൻ ഹെൽത്തിന് വേണ്ടിയിട്ട്, എല്ലാവരെയും ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എടുക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് MDMAക്കെതിരെ അല്ലെങ്കിൽ കഞ്ചാവിനെതിരെ ഒരു വീഡിയോ സമൂഹത്തിന് മുമ്പിൽ ഒന്ന് ചെയ്തിട്ടുണ്ടോ? ഈ അരുണായിക്കോട്ടെ യാസറായിക്കോട്ടെ, ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ അപ്പം അവിടെ ആരാണ് ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, സ്റ്റിറോയിഡ് അടിക്കുന്നവന് റെസ്പെക്റ്റ് ചെയ്യുന്നത്. എടോ, നിങ്ങൾ 4 പേര് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലോകം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിറോയിഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമല്ല. ഏതൊരു ഇതിനും ഇപ്പം അവിടെ സ്റ്റിറോയിഡ് എടുത്ത് ബോഡി ബിൽഡ് ചെയ്താലും, നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്താലും, അവിടെ ഒരു എഫോർട്ട്, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ഒന്നും കൊടുക്കാതെ ഒരുത്തനും ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇനിയിപ്പോൾ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ തന്നെ അയാൾ എന്തുമാത്രം ന്യൂട്രീഷൻ ബോഡിക്ക് കൊടുക്കണമെന്നറിയോ? എന്തുമാത്രം പ്രോട്ടീൻ കൊടുക്കണം, എന്തുമാത്രം വർക്കൗട്ട്, നല്ല പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട്, റെസ്റ്റ്, ഇതെല്ലാം കൊടുക്കണം. അല്ലാതെ ഈ അരുണ് പറയുന്ന പോലെ 1 മീൽ എ ഡേ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള
ആൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് കൊണ്ടുപോകുന്നത്, ഇനി ഞാൻ ഫിറ്റ്നസ് നോക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളൊന്ന് ആദ്യം പറ. അതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നല്ല കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റിറോയിഡിനെതിരെ സംസാരിക്കുന്നതിന്, സ്റ്റിറോയിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സൈഡ് എഫക്റ്റ് തരും, അത് അറിയാതെ ഒരുപാട് പേര് ചെന്നെടുക്കുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, പല പല മണ്ടത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇനി വരുന്ന പാർട്ടിൽ, ആ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ പൊളിച്ചെടുക്കും. ഓക്കെ, അപ്പം എന്തായാലും കമൻ്റ് ഇട്ട് മെഴുകുന്നവർ കമൻ്റ് ഇട്ടോ. നിങ്ങൾ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാനിപ്പം റിയാക്ഷൻ ചെയ്ത് പൊളിച്ചടിക്ക് കൈ തരാൻ പോവാണ്. അപ്പം അരുണിന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ, അരുൺ ആയിക്കോട്ടെ യാസർ ആയിക്കോട്ടെ, തെളിയിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം തെളിയിച്ചിട്ട് വാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം പുള്ളപ്സിൻ്റെ കേസ് എടുത്തപ്പം തന്നെ ഒരുപാട് കമൻസുകൾ ഞാൻ കണ്ട്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല, നിങ്ങൾ ചിലപ്പം വർഷങ്ങളായിട്ട് ഒരാളെ വീഡിയോ കണ്ടിട്ട് അയാളെ ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അയാളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇനി തെറ്റാണെങ്കിലും കുറേ സമയമെടുക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറേ സമയമെടുക്കും. പുള്ളപ്സിൻ്റെ വീഡിയോ പറഞ്ഞപ്പോഴത്തേക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പുള്ളപ്സിൻ്റെ വീഡിയോ, കാല് മടക്കി ചെയ്യുന്നൊരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇത് ചെയ്തായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ജിമ്മിൽ കാല് തറയിൽ തട്ടുന്നുണ്ടാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്മിത്ത് മെഷീൻ്റെ ഹൈറ്റ് എത്രത്തോളം, സ്മിത്ത് മെഷീൻ്റെ ടോപ്പിലിട്ടാണ് ബാറിട്ടാണ് പുള്ളപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട്, ഈ മെഴുകുന്ന ആൾക്കാരോട്, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ കമൻ്റ് ഇടുന്ന ആൾക്കാരോട്, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് സ്മിത്ത് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്മിത്ത് മെഷീനിൽ നിങ്ങൾ സ്ക്വാട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുള്ളപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെ കമൻ്റ് ഇടത്തില്ല. സ്മിത്ത് മെഷീൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എത്ര ആണെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങനെ മെഴുകി കമൻ്റ് ഇടുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് തറയിൽ തട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഫങ്ഷണൽ മെഷീൻ ഉണ്ടല്ലോ, അതൊരു ജിമ്മാണ്, വീട്ടിലാണെങ്കിൽ അംഗീകരിക്കാം. അത്രയും കാല് തട്ടുന്നെങ്കിൽ അത്രയും എഫോർട്ട് എടുത്ത് അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് എന്തിനാടേ പുള്ള പിടിക്കുന്നത്? അവിടെ ക്രോസ് ഓവർ മെഷീൻ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഫങ്ഷണൽ മെഷീൻ കിടപ്പുണ്ട്. ഇത് രണ്ടെങ്കിലും